ഹായ് ഷെട്ടുമണീസ്, ഇന്ന് ഞാൻ നമ്മളൊരു പ്രോഡക്റ്റായിട്ടല്ല ഇറങ്ങിയിരുന്നത്. നമ്മുടെ പാലക്കാട് നമ്മുടെ യൂണിറ്റിലോട്ട് പോകും വഴി ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ടൊന്ന് ഇറങ്ങിയതാണ് ഞാൻ. അപ്പോൾ അവിടെ ഭയങ്കരമായിട്ടൊരു ആൾക്കൂട്ടം കണ്ടിട്ട് അത് എന്താണെന്നുള്ളത് ഇങ്ങനെ നോക്കി. അപ്പോൾ അവിടെ ഉത്രാളിക്കാവ് നമ്മുടെ ദേവി ക്ഷേത്രത്തിലെ വെടിക്കെട്ടാണ് കേട്ടോ. കുമരനെല്ലൂർ അങ്ങനെ ദേശക്കാരുടെ വെടിക്കെട്ടാണ്. ആകെ മൊത്തം ഇവിടെ 3 വെടിക്കെട്ടാണുള്ളത് കേട്ടോ. 3 വെടിക്കെട്ടുള്ളതിൽ ഒരെണ്ണം കഴിഞ്ഞു, രണ്ടാമത്തത് മഴ കാരണം മാറ്റി വെച്ചു. പക്ഷെ എനിക്ക് എന്തായിരുന്നാലും കാണാനുള്ള ഭാഗ്യമുണ്ടായി. ഇവിടുത്തെ ആളുകളെന്ന് പറയുന്നത് ഭയങ്കര സഹകരണമുള്ളൊരു കുറേ ആൾക്കാർ കേട്ടോ. ഞങ്ങളുടെ ട്രിവാൻഡ്രത്ത് ആയതുകൊണ്ടായിരിക്കാം ഈ ഒരു പൂരവും വെടിക്കെട്ടും ഒന്നും ഞങ്ങൾക്ക് അങ്ങനെ വലിയൊരു കാഴ്ചയായിട്ട് ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ നമ്മുടെ ഈ തൃശ്ശൂർ ഭാഗത്തും പാലക്കാട് ഭാഗത്തൊക്കെ ഇതൊക്കെ ഭയങ്കരമാണ്. ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഇങ്ങനൊരു വെടിക്കെട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇത് ഞാൻ കട്ട് ചെയ്തിട്ട വീഡിയോ ആണ് കേട്ടോ. ഏകദേശം ഒരു 2 കിലോമീറ്ററോളം നമ്മുടെ അമിട്ടും ഈ ഒരു സംഭവമൊക്കെ വെച്ചിട്ട് അടി പൊടി ബഹളം പുക ഒക്കെ തന്നെയായിരുന്നു. പോലീസും ഫയർഫോഴ്സും ആംബുലൻസും ഒക്കെ അത്രയ്ക്ക് ജനപ്രവാഹമായിരുന്നു കേട്ടോ. പിന്നെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. ഇതിൻ്റെ അവസാനം ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഞാനിത് എവിടെ നിന്നാണ് ഈ വീഡിയോ എടുക്കണമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇത് കണ്ടോ, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു വെടിക്കെട്ടിൻ്റെ ഇടയ്ക്ക് എൻ്റെ സൗണ്ട് കേൾക്കുമെന്നുള്ളതൊന്നും അറിയത്തില്ല. ഇത് അതിൻ്റെ കൂടെ ഒരാൾ ഓടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു നേരത്തെ. ഞാൻ ആദ്യം വിചാരിച്ചത് ഈ വെടിക്കെട്ട് തുടങ്ങിയപ്പോൾ അയാൾ പേടിച്ചു ഓടുന്നതാണ്. പിന്നെയാണ് അവിടുത്തെ നിന്ന് ആൾ പറഞ്ഞത് അത് ഈ തീയാണ്, അഥവാ അണഞ്ഞു പോയി കഴിഞ്ഞിട്ടുള്ളത് കത്തിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ പോകുന്നതാണെന്നുള്ളത് കേട്ടോ. ഇതിൻ്റെ പുറകിലെന്ന് പറയുന്നത് ഒരു റെയിൽവേ പാളമാണേ. അപ്പോൾ അവിടെ നിന്ന് കേട്ട സംസാരമാണ്. കഴിഞ്ഞ പ്രാവശ്യം കണ്ട് കുറച്ച് നാൾക്ക് മുന്നേ കണ്ട് ഒരു കുറച്ച് പേരിങ്ങനെ റെയിൽവേ പാളത്തിൽ ട്രെയിൻ വന്നത് അറിയാതെ അവിടെ കയറി മരിച്ചു എന്നുള്ളതൊക്കെ. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഇങ്ങനെ ട്രെയിൻ ഇങ്ങനെ പോകുമ്പോൾ സൈറൺ അടിച്ചടിച്ചിങ്ങനെ ഒറ്റ പോലെ പോകുന്നു. അപ്പോൾ അതിനുശേഷമാണ് അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിട്ടുള്ളതെന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഹോണടിച്ചാണ് ആ ഒരു റെയിൽവേ പാളത്തിലൂടെ ട്രെയിൻ റിപ്പോർട്ട് ചെയ്തത്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ചെവിയുടെ എന്താ പറയുക, ചെവിയൊക്കെ ഒന്ന് അടിച്ചു പോണ കറക്റ്റായിരുന്നു. കാരണം അതിന് ഇച്ചിരി സ്പീഡ് കുറച്ച് ചെറിയ സ്പീഡ് കൂട്ടി നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. എന്താ പറയുക, നമ്മുടെ ആകാശമൊക്കെ വിവിധ വർണ്ണങ്ങളായി നിറയുകയും ഇത് അവസാനം ഇതേപോലെ ആയിരുന്നു കേട്ടോ. ഇത് എത്ര വേഗത്തിന് ജനങ്ങളും പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. അടിപൊളിയായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. ഞാനവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് അറിയില്ല, എനിക്ക് ഈ ഒരു കാഴ്ച മിസ്സാകുമായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഒത്തിരി ട്രാഫിക്കിലൊക്കെ പെട്ടിട്ട് ഞാൻ നമ്മുടെ യൂണിറ്റിലെത്തിയപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ഒരുപാട് ലേറ്റായി. എന്തായിരുന്നാലും ഇത് കാണാൻ സഹിച്ചപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. എത്ര ദൂരത്തുനിന്ന് തന്നെ ഞാൻ ഈ ക്യാമറയിൽ വീഡിയോ എടുക്കണമെന്നുള്ളത് ഒന്ന് കണ്ടു നോക്കി.